മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് ഒരു നല്ല ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കുന്നത്. ഈ തൃശ്ശൂർ ആ ഭാഗത്തൊക്കെയാണ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. അവിടുത്തെ സദ്യയുടെ കൂട്ടത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. എരിവും മധുരവും പുളിയും എല്ലാം കൂടി ചേർന്ന ഒരു നല്ല സൂപ്പർ ഒരു കറിയാണ് കേട്ടോ. അത് കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അച്ചാറിൻ്റെ കൂട്ട് തൊട്ട് കൂട്ടുന്ന ഒരു കറി. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മളൊരു 50 ഗ്രാം ഇഞ്ചി നല്ല പൊടിയായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യത്തിന് പുളി. ഇത് ഈ വാളംപുളി, സാമ്പാറിനകത്ത് ഇടുന്ന പുളിയില്ലേ, ആ പുളി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കേണ്ടതാണ്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പം നമ്മുടെ ഓണമൊക്കെ അല്ലേ വരുന്നേ. അപ്പോൾ ആ ഓണത്തിൻ്റെ സമയത്ത് നമ്മുടെ സദ്യയുടെ കൂടെ ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ ഇതുണ്ടാക്കിയാൽ. ഞാനൊരു ചട്ടി ഇവിടെ വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണേ. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കടുക് പൊട്ടിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് ഇതങ്ങ് ചേർക്കുകയാണേ. നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് കഴിയുന്നതും ഈ ഇതുപോലത്തെ മൺചട്ടിയിൽ ഉണ്ടാക്കണേ. ഇതിനകത്ത് പുളിയൊക്കെ കൂടെ ചേർന്ന് നമ്മൾ കുറേ നേരം ഇട്ട് കുക്ക് ചെയ്യുന്നതാണ്. അപ്പം എപ്പോഴും ഇതുപോലത്തെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇഞ്ചി അരിയുമ്പോഴുണ്ടല്ലോ എപ്പോഴും നല്ല ചെറുതായിട്ട് കൊത്തി വേണം അരിയാൻ കേട്ടോ, അല്ലാതെ വലുതാക്കി ഇടല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് ഈ ഇഞ്ചി നന്നായിട്ട് മൊരിയണേ. കൂടെ നമുക്ക് ഈ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തേക്കാം. അപ്പം ഇതിന് ആ പച്ചമുളകിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി അതും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുവേ. ഈ ഇഞ്ചി ഇങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കാൻ ഒരു സ്വല്പ സമയം എടുക്കും, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഈ ഇഞ്ചിക്കറി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ തൃശ്ശൂർ വെച്ചാണ്. തൃശ്ശൂർ ഒരു കല്യാണത്തിന്റെ സദ്യക്ക് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ ഈ ഇഞ്ചിപ്പുളി. അന്നേരം പിന്നെ എനിക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കാനും അറിയത്തില്ലായിരുന്നേ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന അടുത്തൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നേ. ആ അമ്മൂമ്മയോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ. ഒരു ദേവി ചേച്ചിയായിരുന്നു ഞങ്ങളുടെ നെയ്ബറായിട്ടുള്ളത്. അപ്പൊ ആ ദേവി ചേച്ചിയുടെ അമ്മയാണ് ഈ ഇഞ്ചിപ്പുളി വെക്കാൻ എന്നെ പഠിപ്പിച്ചത്. എല്ലാ ഓണത്തിനും ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. ആ പരിപ്പ് കറിയുടെ കൂടെ ഈ ഇഞ്ചിപ്പുളി അച്ചാറൊക്കെയുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇഞ്ചിക്കറി അല്ലാതെ വെക്കാറുണ്ട്, പക്ഷെ എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടം ഇതാണ്. ഇതാകുമ്പോഴുണ്ടല്ലോ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന് മിക്സ് ആയ ഒരു ടേസ്റ്റ്. ഇത് നല്ല പോലെ മൂക്കണേ. ഇഞ്ചിയുടെ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം മാറി നല്ല ഫ്രൈ ആകണം, നന്നായിട്ട് മൂത്ത്. എന്നിട്ട് വേണം നമുക്ക് പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കാനേ. ഇതൊന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ ഇഞ്ചി ഇവിടെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വെള്ളം എല്ലാം മാറി നല്ല പോലെ ആയിട്ടുണ്ട് കണ്ടോ. ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നില്ലേ. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തോട്ട് ഈ കറിവേപ്പില അങ്ങ് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ ഈ പുളി പിഴിഞ്ഞ് ഇവിടെ വെച്ചേക്കുവാണേ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഞാനൊരു സ്വല്പം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് പിഴിഞ്ഞ് ഞാൻ എടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ ഉലുവ ഇതിനകത്തിട്ട് പൊട്ടിച്ച കാരണം ഞാൻ ഇനി ഉലുവാപ്പൊടി ഒന്നും ചേർക്കത്തില്ല കേട്ടോ. ഞാൻ ആ ഉലുവ ആദ്യം തന്നെ ഇട്ട് കടു പൊട്ടിച്ചപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉലുവ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ പുളി ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളച്ച് വേവണേ. ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഇതിനകത്തോട്ട് ആ ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളമാവുവേ. അത് നമുക്കിനി ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിക്കണേ. നമ്മൾ ഈ ഇഞ്ചിക്കറി ഇവിടെ വെച്ചിട്ട് 7 മിനിറ്റ് ആയേ. അതായത് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ 7 മിനിറ്റ്. അതിനു മുമ്പ് നമ്മൾ ഇഞ്ചിയും ആ പുളിവെള്ളവും കൂടെ വേവിച്ച് എടുക്കത്തില്ലേ, അതൊരു 6 മിനിറ്റ് ആയിരുന്നേ. ഇപ്പൊ ഒരു 7 മിനിറ്റ് ആയി. ഇപ്പൊ കണ്ടോ കുറച്ച് കുറുകിയിട്ടുണ്ട് നന്നായിട്ട്. ചട്ടിക്ക് നല്ല ചൂടല്ലേ, ഇതിനകത്തിരുന്നും കൂടെ കുറച്ചൊന്ന് കുറുകും. അപ്പൊ ഇത്രയും ഒരു തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തേക്കണം ഗ്യാസ് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. കാരണം അതിനകത്ത് നമ്മൾ ശർക്കരയൊക്കെ ചേർക്കുന്നതല്ലേ, കുറെ കൂടെ അങ്ങ് കുറുകി വരുവേ. ഇതിന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്കൊരു നല്ല ഗ്ലാസ് ബോട്ടിലോ അല്ലോ നമ്മൾ അച്ചാറൊക്കെ എടുത്ത് വെക്കത്തില്ലേ, അതുപോലെ ഇതങ്ങ് എടുത്ത് വെച്ചാൽ മതിയേ. അപ്പൊ തണുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം.
നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ തണുത്ത് നല്ല കുറുകിയിട്ടുണ്ട് കണ്ടോ. നമ്മൾ കുക്കിംഗ് നിർത്തിയ സമയത്ത് നോക്കിയപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നിയില്ലേ? ഇപ്പൊ കണ്ടോ, നല്ല കുറുകിയൊരു നല്ല ഇഞ്ചിപ്പുളി. ഇത് ശരിക്കും നമ്മുടെ അച്ചാർ പോലെ നമ്മൾ സദ്യക്കൊക്കെ ഇലയുടെ സൈഡിൽ ഇങ്ങനെ ഒരു സ്വല്പം വിളമ്പി കൊടുക്കുന്ന ഒരു കറിയായത് കേട്ടോ. ചിലർക്ക് മധുരം നന്നായിട്ട് ഇഷ്ടമാണെങ്കിൽ ഉണ്ടല്ലോ, ആവശ്യത്തിന് നമുക്ക് മധുരം ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്താൽ മതി. അതിന്റെ ഒരു ടേസ്റ്റ് പറയുകയാണെങ്കിൽ നല്ല പുളിയും എരിവും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇഞ്ചിപ്പുളിയായത്. ഇത് ഓണത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. എന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കുറെ വീഡിയോസ് കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓണത്തിനുള്ള വിഭവങ്ങളെല്ലാം ചാനലിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അത് നോക്കണേ. ഇനി നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലോട്ട് നമുക്കിത് കോരി അങ്ങ് വെച്ചാൽ മതി. ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സൈഡിലൊക്കെ ഇങ്ങനെ ഒരു കോരിയിട്ടപ്പോൾ ഒരു സ്വല്പം പറ്റിയിട്ടുണ്ട്. അതൊരു ടിഷ്യൂ വെച്ച് നമുക്കങ്ങ് തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഇഞ്ചിപ്പുളി ട്രൈ ചെയ്യണം കേട്ടോ. ഇത് ഇഞ്ചി കറിയല്ല, ഇഞ്ചിപ്പുളി എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്